ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു കിടുക്കാച്ച ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് കായൽ കൊഞ്ച്. അപ്പോൾ നമുക്കിത് വെച്ചൊരു ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇത്രയും വലിയ കൊഞ്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത് കായലിൽ മാത്രമേ ഉള്ളൂ ഇത്രയും വലിപ്പമുള്ള കൊഞ്ചൊക്കെ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ കാലൊക്കെ ഉണ്ടാവും, വലിയ നീളമുള്ള കാലൊക്കെയാണ് ഇതിനുള്ളത്. അപ്പം ഒരു എട്ട് വലിയ കൊഞ്ചും ഒരു 2-3 ചെറിയ കൊഞ്ചുമൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ദശയുണ്ട്. അപ്പം നമുക്ക് എക്സ്ട്രാ 2-3 കാലും കൂടെ നമ്മൾ വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കൊഞ്ചിൻ്റെ പരിപാടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങി പഠിച്ച് എടുക്കാമെന്നുള്ള രീതിയിൽ ചെറിയ കൊഞ്ച് തന്നെ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൊമ്പും കൈയും കാലും എല്ലാം നന്നായിട്ട് ഒടിച്ചെടുത്ത് നമ്മൾ തല നിർത്തിക്കൊണ്ടാണ് ഇത് എടുക്കുന്നത്. അപ്പം തല അവിടെ നിർത്തിക്കൊണ്ടിട്ട് ബാക്കി അതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ പൊളിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ വാലും നമ്മൾ കളയുന്നില്ല. വാലിന് തൊട്ട് മുകളിൽ വരെയുള്ള തോട് ഇതുപോലെ കൈ കൊണ്ടിങ്ങനെ പൊളിച്ചെടുത്താൽ മതി. പിന്നെ ഇതിനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു കുടൽ പോലൊരു സാധനം ഉണ്ട് അതിൻ്റെ. അപ്പോൾ അത് എടുത്ത് കളയണം. മിക്കവരും ഇത് എടുക്കാത്തത് കൊണ്ടാണ് ചിലർക്കൊക്കെ നമുക്ക് ഛർദിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കൊഞ്ചൊക്കെ കഴിക്കുമ്പോഴത്തേക്ക്. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെ നമുക്ക് ബാക്കിയിരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടെടുക്കാം. വലിയ കൊഞ്ചിൻ്റെ ഒന്നും ഇതുപോലെ തന്നെ നമുക്ക് തല നിർത്തിക്കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്താണെന്നറിയില്ല, അത് തലയുടെ അവിടം കൊണ്ട് തന്നെ വിട്ടു പോകുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് തല നിർത്തിക്കഴിഞ്ഞാലും നന്നായിട്ട് കിട്ടത്തില്ലല്ലോ. അത് കാരണം അതിൻ്റെയൊക്കെ തല കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊഞ്ച് മുഴുവനായിട്ട് ഞാനിപ്പോൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കാലാണ്, വലിയ കാലെല്ലാം സെപ്പറേറ്റ് ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയ കുറച്ച് കാലങ്ങളുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ഒടിച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ അകത്തു നിന്നുള്ള ദശ നമുക്കിതുപോലെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ചിലതൊന്നും എടുക്കാൻ പറ്റാത്ത കാരണം പൊട്ടിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ ഇതുപോലെ നമ്മൾ ദശ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് മുഴുവനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് മറ്റേതിൻ്റെ കൂടിയിട്ട് നല്ലതുപോലെ കഴുകണം. പിന്നെ കൊഞ്ച് പിന്നെ ഇതിൻ്റെ ഷെല്ലിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. മണ്ണും ചെളിയും അതുപോലെ തന്നെ കായലിലെ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കഴുകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് 3-4 തവണ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഉലച്ച് കഴുകിയതിന് ശേഷം അതിൻ്റെ നമ്മൾ എടുത്തിട്ടുള്ള ഷെല്ലും വാലും ഒക്കെ നന്നായിട്ട് ഉരച്ചരച്ച് തന്നെ കഴുകി നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കാലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ദശ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് നന്നായിട്ട് വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം.
കഴുകിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഞാനൊരു അരമണിക്കൂറോളം വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിനാഗിരിയിലോ ഒക്കെ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളയാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുത്ത ചെമ്മീനാണിത്. അപ്പം നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ 2.5 ടേബിൾ സ്പൂണാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്കിതിനകത്തോട്ട് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. പിന്നെ നാരങ്ങാനീരുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത് നാരങ്ങാനീരില്ലെങ്കിൽ വിനാഗിരി ആയാലും കുഴപ്പമില്ല. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നമുക്ക് പുരട്ടിയെടുക്കാനും പാകത്തിന് ഉള്ള പരുവത്തിന് ആ ഒരു മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല തേക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ ചെമ്മീനിലേക്ക് മസാല എല്ലാം നന്നായിട്ട് വേഗത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇറുക്കിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ചെമ്മീനൊന്നും വളഞ്ഞു പോകാതെ, ഇത് നമുക്ക് ചൂടടിക്കുമ്പോഴത്തേക്ക് ചുരുണ്ട് പോകുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ച ഇറുക്കിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഓരോന്നും തല മുതൽ വാലിൻ്റെ ഉള്ളു വരെ നമുക്ക് വരുന്ന രീതിയിൽ ഒന്ന് കുത്തി കൊടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും കുത്തിയെടുക്കാം. മസാലയെല്ലാം നന്നായിട്ട് പുരട്ടി കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. പിന്നീട് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കായൽ കുഞ്ച് ഫ്രൈഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.